ഹലോ, നിങ്ങളുടെ ആരെങ്കിലും, അതായത് നിങ്ങളുടെ ബന്ധു, വളരെ അടുത്ത ബന്ധു, അമ്മയോ അച്ഛനോ അല്ലെങ്കിൽ ആങ്ങളെയോ പെങ്ങളോ ആർക്കെങ്കിലും ബൈപ്പാസ്, അത് ഹൃദയത്തിൻ്റെ ബൈപ്പാസ് സർജറി ചെയ്യേണ്ട ആവശ്യമോ അങ്ങനെ എന്തെങ്കിലും ആ ഒരു സ്റ്റേജിൽ നിൽക്കുകയാണോ? അതായത് ഒരു എന്താ പറയുക, ഓപ്പറേഷന് പോകണം, എങ്ങനെയാണ് നിങ്ങൾക്ക് അവരെ നോക്കണ്ടേന്ന് അറിയില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കര ടെൻഷൻ, പേടി, അങ്ങനത്തെ ഒക്കെ ഒരു അവസ്ഥയിലുള്ളവരാണോ നിങ്ങൾ? എന്താ ചോദിക്കുകയെന്ന് വെച്ചാൽ, എൻ്റെ അമ്മയ്ക്ക് ബൈപ്പാസ് ചെയ്തതാണ്. എനിക്കെന്ന് വെച്ചാൽ ഒരു സൂചി കുത്തിയ ഞാൻ, അതായത് ബ്ലഡിന് സൂചി ഇങ്ങനെ കുത്തണം, ഞാൻ സിനിമയിൽ പോലും അങ്ങനത്തെ രംഗങ്ങൾ കാണില്ല, എനിക്ക് തല കറങ്ങും. അപ്പോൾ അങ്ങനത്തെ ഒരു വ്യക്തിയാണ് ഞാൻ. ഞാനാണ് അമ്മേനെ നോക്കിയത്. അതായത് നമ്മളിപ്പോൾ പുറമെന്ന് ഒരാൾ വയ്ക്കുമോ ഹോസ്പിറ്റൽ, അതായത് ബൈപ്പാസ് തുടങ്ങണേക്ക് 2 ദിവസം മുന്നേ തൊട്ട് ഒരു 2.5 മാസം, ബൈപ്പാസ് കഴിഞ്ഞതിന് ശേഷമുള്ള 2.5 മാസം അമ്മയെ നോക്കിയത് ഞാനാണ്. ഇടയ്ക്കുള്ള പ്രശ്നങ്ങളോ ഇപ്പോൾ ഇൻഫെക്ഷൻ അങ്ങനത്തെ ഒരു കാര്യങ്ങളും ഉണ്ടായില്ല. നമ്മൾ ഒരു ഓപ്പറേഷൻ കഴിഞ്ഞ് ആദ്യത്തെ റിവ്യൂവിന് പോയി 1 മാസം കഴിഞ്ഞപ്പോൾ, അതിന് ശേഷം നമ്മൾ റിവ്യൂ കഴിഞ്ഞ് വീണ്ടും 1.5 മാസത്തിനുള്ളിൽ രണ്ടാമത്തെ റിവ്യൂവിനും പോയി. വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും, അതായത് എൻ്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും നിങ്ങൾക്ക് ആവശ്യം മീൻസ് എന്തെങ്കിലും, എങ്ങനെയാണ് ഞാൻ നോക്കിയത്, അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മളതിനെ ആ സിറ്റുവേഷൻ തരണം ചെയ്തത്, ഇത് ഭയങ്കര, അതായത് ഞാനിപ്പോഴും ഓർക്കുന്നു എൻ്റെ അമ്മയുടെ ആൻജിയോഗ്രാം കഴിഞ്ഞതിന് ശേഷം ഡോക്ടർ പറഞ്ഞൊരു സിറ്റുവേഷൻ ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. എൻ്റെ അമ്മയ്ക്ക് 5 ബ്ലോക്ക് ഉണ്ടായിരുന്നു. അത് ഒരു ബ്ലോക്ക് മെയിൻ ആയിട്ടുള്ള ഹാർട്ടിൽ നിന്ന് പുറത്ത് വന്ന ആ മെയിൻ ഏരിയയിലായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് അമ്മയ്ക്ക് ആൻജിയോപ്ലാസ്റ്റി ഒന്നും ചെയ്യാൻ പറ്റാണ്ടിരുന്നത്, ബൈപ്പാസ് തന്നെ വേണമെന്ന് പറഞ്ഞത്. അത് കേട്ടപ്പോൾ എന്ന് വെച്ചാൽ എന്താ പറയുക, ഞാനിങ്ങനെ കുറച്ച് നേരം നിന്നതിന് ഞാനത് കേട്ടു. ഓക്കെ, റിയാലിറ്റി നമ്മൾ ഫേസ് ചെയ്യാം. പക്ഷെ ഇടയ്ക്ക് എൻ്റെ കയ്യിൽ നിന്ന് പോയത്, അത് ഞാൻ ഒന്ന് കരഞ്ഞു പോയിട്ട്. പക്ഷെ അതിനുശേഷം എനിക്ക് മനസ്സിലായി ഞാനാണ് ചെയ്യേണ്ടത്, ഞാനത് ചെയ്തിരിക്കും എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡിലാണ് ഞാൻ പോയിക്കൊണ്ടിരുന്നത്. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും അങ്ങനെ ഒരു സിറ്റുവേഷനിലാണ്, എങ്ങനെ നിങ്ങൾക്ക് അത് ഹാൻഡിൽ ചെയ്യണമെന്ന് അറിയില്ല, അങ്ങനെയൊക്കെയുള്ളൊരു ആരെങ്കിലും എൻ്റെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യും. ഞാനൊരു കുറച്ച് ഷോർട്ട് വീഡിയോ അല്ല, കുറച്ച് ലോങ് ആയിട്ടുള്ളൊരു 10 മിനിറ്റൊക്കെ ഉള്ളൊരു വീഡിയോ ഞാൻ ചെയ്യാം. നിങ്ങൾക്ക് ഞാൻ എങ്ങനെയാണ് ആ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്തത്, ഞാൻ എങ്ങനെയാണ് അമ്മേനെ നോക്കിയത്, ഇതൊക്കെ പറഞ്ഞുകൊണ്ട് കേട്ടോ. അപ്പോൾ ഒന്ന് കമൻറ്റ് ചെയ്യേ നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്ന് വെച്ചാൽ. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഞാൻ വീഡിയോ ചെയ്യണുള്ളൂ കേട്ടോ.